ഈ കാർ ഇപ്പോൾ ഒരു 2 മാസമായിട്ട് അധികം ലോങ് ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ ചെറിയ ഷോർട്ട് ട്രിപ്സൊക്കെ നടത്തുമ്പോൾ കാറിൻ്റെ ബാറ്ററി അത്ര കംപ്ലീറ്റ് ചാർജ് ആവാറില്ല. അങ്ങനെ ചാർജിങ്ങിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് പോലെ തോന്നിയപ്പോൾ മേടിച്ചതാണിത്, കാർ ചാർജർ. വിചാരിച്ച പോലെ തന്നെ ബാറ്ററിയുടെ ചാർജ് ഒത്തിരി കുറഞ്ഞ് കിടക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കാർ സ്റ്റാർട്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും വന്നു. വേറൊരു കാർ ഉപയോഗിച്ച് ജമ്പർ കേബിൾ ഉപയോഗിച്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ പിന്നെ നമ്മൾ ഷോറൂമിൽ വിളിക്കണം, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പുറത്ത് കൊടുക്കണം. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാനാണിത്. കാർ വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാം. ഇതിപ്പോൾ 12.1 വോൾട്ടായിരുന്നു തുടങ്ങിയപ്പോൾ. ഇപ്പോൾ 14.4 വോൾട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ചൂടൊക്കെ കൺട്രോൾ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ബാറ്ററിയുടെ ചൂട് കൂടുകയാണെങ്കിൽ ചാർജിങ്ങിൻ്റെ ഇത് സ്പീഡൊക്കെ കുറയ്ക്കും. ബൈക്ക് വരെയും ചാർജ് ചെയ്യും. ട്രിക്കിൾ ചാർജറാണിത് എന്ന് പറഞ്ഞാൽ ഇടവിട്ട് ചാർജ് ചെയ്ത് ചെറിയ ബാറ്ററിക്കൊക്കെ നല്ലതാണ്. കാറിനും ട്രക്കിനൊക്കെ ഈ ചാർജിങ് മെത്തേഡ് മതി. ഇപ്പോൾ 30 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ടെമ്പറേച്ചർ. ചാർജ് ഓൾമോസ്റ്റ് തീരാറായിട്ടെന്ന് തോന്നുന്നു. ഇത് സാധാ പ്ലഗ് പോയിന്റിൽ കുത്തിയാൽ മതി. ഇതാണ് ആ കമ്പനി. ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും, അധികം വിലയൊന്നുമില്ല. പെട്ടെന്നൊരാവശ്യത്തിന് കാറ് എടുക്കാൻ നേരത്ത് ചാർജ് ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതൊരെണ്ണം വീട്ടിലുള്ളത് നല്ലതാണ്. എസ്പെഷ്യലി കാർ ഒരു 2-3 കൊല്ലമൊക്കെ ആയി ബാറ്ററി മാറ്റിയിട്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരും. കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെഡ് കളറ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, ബാറ്ററിയുടെ ബ്ലാക്ക് കളറ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഫോർ സേഫ്റ്റി കാറിൻ്റെ ബ്ലാക്ക് ഇപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ഊരിയിട്ടേക്കുവാണ്. പോസിറ്റീവ് ഞാൻ ഊരിയില്ല, നെഗറ്റീവ് മാത്രമേ ഊരിയിട്ടുള്ളൂ. അത്രേ ഉള്ളത്, സിമ്പിളാണ്. എന്നിട്ട് ജസ്റ്റ് കുത്തി കഴിഞ്ഞാൽ അത് ചാർജ് ആയിക്കോളും. ഇതിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കാരണം ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ഇൻറ്റേർണൽ ഫാൻ ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ ഹീറ്റ് പുറത്തേട്ട് കളയാനാണ് സൗണ്ട്.